ജനാധിപത്യ വിശ്വാസി എന്ന നിലയിലും ജനാധിപത്യവാദി എന്ന നിലയിലും വളരെ ആകാംക്ഷയോടുകൂടിയും പ്രതീക്ഷയോടും കൂടിയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ വികസനത്തിന്റെ പേരിൽ കേരളത്തിലൊരു സംവാദത്തിന്റെ അവസരം ഒരുങ്ങുന്നെങ്കിൽ ഞാൻ അതിനെ നോക്കിക്കാണുന്നു. അതിനൊരു പ്രധാനപ്പെട്ട കാരണം യഥാർത്ഥത്തിൽ കേരളത്തിൽ നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം, 10 വർഷം ഒരു സർക്കാർ അധികാരത്തിലിരുന്ന ശേഷവും ഈ നാട്ടിൽ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഈ നാട് കൈവരിച്ച പുരോഗതിയെക്കുറിച്ച് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കുകയും അതിനെക്കുറിച്ചൊരു സംവാദത്തിന് തയ്യാറാണെന്ന് പറയുന്നതും ഈ സർക്കാരിൻ്റെ, ഈ മുന്നണിയുടെ വലിയ ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമായിട്ടാണ് ഞാൻ കാണുന്നത്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MLA-മാർ മത്സരിക്കുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞത് ഇടതു മുന്നണിയിലെ സിറ്റിംഗ് MLA-മാർ മത്സരിക്കുന്നത് അതും വളരെ ആർജവത്തോടെ എടുത്തൊരു തീരുമാനമാണ്. കാരണം സ്വന്തം മണ്ഡലങ്ങളിൽ ഒരു ആന്റി ഇൻകംബൻസി, ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നും അവർ അവരവരുടെ മണ്ഡലങ്ങളിൽ പോപ്പുലറാണ് എന്നുമുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ MLA-മാർ അതാത് മണ്ഡലങ്ങളിൽ വീണ്ടും ജനവിധി തേടുന്നത്. അതും ഈ സർക്കാരിന്റെയും ഇടതു മുന്നണിയുടെയും വർദ്ധിച്ച ആത്മവിശ്വാസത്തിന്റെ ലക്ഷണമാണ്. കേരളം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട കാതലായ വിഷയങ്ങളിലേക്ക് ഒരു സംവാദം വഴി തുറക്കുകയാണ്. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യണം. കാരണം കേരളം അഭിമുഖീകരിക്കുന്ന, ഭാവിയിൽ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ളമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, കേരളത്തിൽ നിന്ന് ചെറുപ്പക്കാർ നാട് വിട്ടു പോകുന്ന സാഹചര്യം. കേരളം അതിവേഗം ഒരു വയോജന സംസ്ഥാനമായി മാറുന്നു എന്ന നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം. കേരളത്തിലെ കാലാവസ്ഥാ പ്രശ്നങ്ങൾ, കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കേരളത്തിന്റെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് വികസനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തുടങ്ങി കേരളത്തിലെ ജനങ്ങളുടെ, മലയാളികളുടെ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, അതുമായി ചേർന്ന് നിൽക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണണം. പിന്നെ VD സതീശൻ ഈ സംവാദത്തിന് ഒരുങ്ങുന്നു എന്നതും, അദ്ദേഹം ഏത് സമയവും സ്ഥലവും ഒക്കെ നിശ്ചയിക്കും, ഞാൻ അവിടെ വന്ന് സംവാദത്തിന് തയ്യാറാണെന്നത് വെറും ഒരു പാഴ്വാക്കായി മാറാതിരിക്കട്ടെ. 2010 സെപ്റ്റംബർ 13 നമ്മൾ ഇതുപോലൊരു സംവാദത്തിന് സാക്ഷ്യം വഹിച്ചത്. അന്ന് ലോട്ടറി വിവാദമായിരുന്നു. അന്ന് ഡോക്ടർ TM തോമസ് ഐസക്കും VD സതീശനും തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ഇതുപോലെ സമാനമായ രീതിയിലൊരു സംവാദത്തിന് തയ്യാറെടുക്കേണ്ടത്. അപ്പോൾ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളും കേരളത്തിന്റെ ഭാവി വികസനം സംബന്ധിച്ച് പ്രതിപക്ഷത്തിന് വെക്കാനുള്ള കാഴ്ചപ്പാടുകൾ, കേരളം ഈ 10 വർഷം കൊണ്ട് കൈവരിച്ച നേട്ടങ്ങളോ കോട്ടങ്ങളോ, അതിൽ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഇഴകീറിയുള്ള അതിന്റെ പരിശോധനകൾ, ഇത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ, നമുക്കറിയാം അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ സ്ഥാനാർത്ഥികളുടെ പ്രസിഡൻഷ്യൽ ഡിബേറ്റുകളുണ്ട്. അങ്ങനെ അവർ പറയുന്ന കാര്യങ്ങൾ കൂടി വിലയിരുത്തിയാണ് അവിടുത്തെ ജനം വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ കേരളത്തിലെ സാമാന്യ ജനതയ്ക്ക് മുന്നിൽ ഞങ്ങൾ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും ഇനി അതിന്റെ വികസന തുടർച്ച എങ്ങനെയാണ് എന്ന് മുഖ്യമന്ത്രിയും, ഞങ്ങൾ അതിലെ പോരായ്മകൾ ഇതൊക്കെയായിരുന്നു, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന് പ്രതിപക്ഷവും കേരളത്തിന്റെ ജനതയ്ക്ക് മുന്നിൽ ആ ഒരു സംവാദമായി വരികയാണ്. അതിന് നമ്മൾ സ്വാഗതം ചെയ്യണം. പക്ഷെ അതേസമയം നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം, നേമത്തും ഇതുപോലെ ഒരു സംവാദ വിവാദം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേമത്ത് V ശിവൻകുട്ടി സംവാദത്തിന് വെല്ലുവിളിക്കുന്നു. അവിടെ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയോടെ സംവദിക്കൂ എന്ന് പറയുന്നു. ശബരിനാഥൻ UDF-ന്റെ സ്ഥാനാർത്ഥി പറയുന്നു അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കട്ടെ. അവിടെയും ഡീൽ ആരോപണമാണ്, അവർ നിങ്ങളുടെ രണ്ടുപേരും ഒരുമിച്ചിരിക്കും, ഞാനും ജനവും, അങ്ങനെ ഡബിൾസ്, അങ്ങനെ നമുക്കൊരു സംവാദം നടത്താം. ഇങ്ങനെയുള്ള വീണ്ടും വീണ്ടും രാഷ്ട്രീയ ആരോപണങ്ങളിലേക്ക് പോകാതെ കേരളത്തിന്റെ ജനതയ്ക്ക് മുന്നിൽ ഒരു വൈറ്റ് പേപ്പർ അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനും അതിന്റെ ബദൽ നിർദ്ദേശങ്ങൾ വെക്കാനും പ്രതിപക്ഷത്തിന് കഴിയുമെങ്കിൽ മാതൃകാപരമായ ഒരു രീതിയായിരിക്കും. ഞാനിന്ന് ഈ നിയമത്തെ സംവാദത്തെക്കുറിച്ച് അദ്ദേഹമായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിൽ ചോദിക്കുകയും ചെയ്തു. മാത്രമല്ല, ഞാൻ ഈ അഭിമുഖം അവസാനിച്ചപ്പോൾ ഓഫ് ദ റെക്കോർഡിലും അദ്ദേഹത്തോട് ചോദിച്ചു. വലിയ അപകടം പിടിച്ച കാര്യമല്ലാത്തതുകൊണ്ട് നമുക്കത് വെളിപ്പെടുത്താവുന്നേ ഉള്ളൂ. അദ്ദേഹം ഈ സംവാദം മാത്രമല്ല, ഇതിനൊരു സമയവും കാലവും ഒക്കെ നിശ്ചയിച്ച് അദ്ദേഹത്തോട് കമാൻഡ് ചെയ്യാൻ V ശിവൻകുട്ടി ആരാണ് എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം ഓൾറെഡി ചോദിച്ചിട്ടുള്ളത് നമ്മൾ ഓർമ്മിക്കുമല്ലോ. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു സംവാദം നടത്തുന്നതിനെക്കുറിച്ച് അദ്ദേഹം അത്ര സീരിയസ് അല്ല. മാത്രമല്ല, ശിവൻകുട്ടി അത് എന്തോ ശ്രദ്ധ മാറ്റാനുള്ള ശ്രമമായിട്ടേ അദ്ദേഹം കാണുന്നുള്ളൂ. ഒരു രാഷ്ട്രീയ ഗിമിക്കായിട്ട് മാത്രമേ അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സംവാദം നടക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം രാജീവ് ചന്ദ്രശേഖറിന് മുന്നിൽ ഈ ശിവൻകുട്ടിയുടെ ഒരു വലിയൊരു സംവാദം നടത്തി ഒരു രാഷ്ട്രീയമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ സംവാദത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മുടെ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ, അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് അവിടുത്തെ സംവാദമാണ് ആത്യന്തികമായി അവിടുത്തെ വിജയത്തെയും പരാജയത്തെയും ഒക്കെ തീരുമാനിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിൽ നമുക്കറിയാം 85 ലക്ഷം വീടുകളിൽ ടെലിവിഷൻ സാന്നിധ്യമുണ്ട്. ഇത്രയും DTH കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൂടുതൽ ആളുകൾ TV-യും അതേയുള്ള മാധ്യമങ്ങളും കാണുന്ന ഒരു സമയത്ത് ഇത്രയും 36 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ചൂടടിക്കുന്ന പാലക്കാട് പോലുള്ള മണ്ഡലങ്ങൾ സംസ്ഥാനത്തുള്ളപ്പോൾ ഈ ടെലിവിഷൻ വഴി നേരിട്ട് നടത്തുന്ന ചില സംവാദങ്ങളിലൂടെ ജനങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ കിട്ടും. ഒരുപക്ഷെ ഈ പൊതുയോഗങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാം. മാറിയ കാലത്ത് പുതിയ സാങ്കേതിക സാധ്യതകൾ ഉപയോഗിച്ച് ഇത്തരം സംവാദങ്ങൾക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം വഴിമാറേണ്ട കാലമായി എന്നാണ് എനിക്ക് തോന്നുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.